ആദ്യത്തെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ ഈ പരമാത്മാ സൃഷ്ടിയിൽ പരമാത്മാവിൻ്റെ അംശവും അതേസമയം പരമാത്മ സൃഷ്ടിയുമായ ഒരു ജീവാത്മാവായതുകൊണ്ട് ഈ പരമാത്മ സൃഷ്ടിയിലുള്ള സർവ ചരാചരങ്ങളോടും സർവ ജീവാത്മാക്കളോടും ഐക്യം പ്രാപിച്ചിട്ടുള്ള ഒരു ആത്മാവാണ്. ജീവാത്മാവുമ്പോൾ പരമാത്മ ഐക്യം പ്രാപിച്ചതായതുകൊണ്ട് പ്രപഞ്ചാത്മാവിനോട് ഐക്യം പ്രാപിച്ച ഒരു ജീവിയാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ കാണുന്നത് എല്ലാം എൻ്റെ സഹജീവികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ എൻ്റെ ആദ്യത്തെ അസ്തിത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പ്രകടനങ്ങളാണ് നമ്മളുടെ അഹിംസയും ജീവകാരുണ്യവും സ്നേഹവും എല്ലാം. രണ്ടാമത്തെ അസ്തിത്വം എന്ന് പറയുന്നത്, ഞാൻ ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗോളത്തിൽ അനേകം ജീവരാശികൾക്കിടയിൽ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ജാതിയിൽ വന്ന് ജനിച്ച ഒരു മനുഷ്യജാതിയിൽ പിറന്ന ഒരാത്മാവാണ്. ഈ മനുഷ്യജാതിക്ക് കൂടുതൽ വകതിരിവും വിവേകവും ഒക്കെ ഈശ്വരൻ കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം എനിക്ക് ചെയ്യാമോ അതെല്ലാം ഒരു മാനവീയതയുടെ അതായത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ടോ ആ ഗുണങ്ങളോടൊക്കെ കൂടി അതിൻ്റെ മാക്സിമം പെർഫെക്ഷനോട് കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അസ്തിത്വമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ജോഗ്രാഫിക്കൽ ഏരിയയിൽ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയാണ്, മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു സ്ഥലമാണ്. ഭൂമിയുടെ ഏതെങ്കിലും ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിൽ ആ സ്ഥലത്തെ ചില പ്രത്യേക ട്രഡീഷൻസ്, ചില പ്രത്യേക ധർമ്മങ്ങൾ, ചില പ്രത്യേക ഭാഷകൾ, ചില പ്രത്യേക ആന്ത്രപ്പോളജിക്കൽ പ്രാക്ടീസസ്, അവിടുത്തേതായ ചില ഹിസ്റ്ററീസ്, ഇതൊക്കെ ഉള്ള ഒരു പ്രത്യേക സംസ്കാരം, ഒരു ജോഗ്രാഫിക് ആയിട്ടുള്ള സംസ്കാരം, അതാണ് മൂന്നാമത്തെ തനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ജീവാത്മാവ് എന്നുള്ള പരമാത്മ സൃഷ്ടി, രണ്ടാമത് മനുഷ്യൻ എന്നുള്ളത്, മൂന്നാമത് വരുന്നത് നമ്മൾ ഭാരതീയത എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. അതിലെ ഒരു ഉപവിഭാഗമായ മലയാളി എന്നുള്ളത് നാലാമതേ നമുക്ക് വരുന്നുള്ളൂ ശരിക്ക്. അങ്ങനെയാണ് അതിൻ്റെ ആ ഗ്രഡേഷനിൽ വേണം നമുക്ക് നമ്മുടെ തനിമയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ. പിന്നെ ഭാരതീയമായ ഭാഷകള്, കലകള്, ശാസ്ത്രങ്ങള് എന്നെല്ലാം പറയുമ്പോൾ ഇതിൻ്റെ എല്ലാമായിട്ടുള്ള ഒരു ആകത്തുകയിൽ തീർച്ചയായും മലയാളവും പെടുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ആ തേർഡ് ആൻഡ് തേർഡിൻ്റെ ഫോർത്തിൻ്റെ ഇടയിലുള്ള ആ കാറ്റഗറിയിലായിട്ടാണ് നമ്മളുടെ ഭാഷകളും കലകളും ശാസ്ത്രങ്ങളും എല്ലാം ഭാരതീയത എന്ന് പറയുന്ന സംസ്കാരം മുഴുവനായിട്ട് നമ്മുടെ തനിമയിൽ വരുന്നു. ഇനി വേണ്ടാത്ത ചില, അതായത് ഏറ്റവും താഴത്തെ നിലയിലുള്ള ചില ഐഡന്റിറ്റീസ്, പക്ഷെ ഈ താഴ്ന്ന ഐഡന്റിറ്റീസ് ആണ് ഇന്ന് മനുഷ്യർ പലരും കൊണ്ടു നടക്കുന്നത്. കഷ്ടകാലത്തിന് ആ നാലാമത്തെ ഐഡന്റിറ്റി, അതായത് ഞാൻ ഇന്ന മതത്തില്, ഇന്ന ജാതിയില്, ഇന്ന രാഷ്ട്രീയ കക്ഷിയില്, ഇന്ന സമുദായത്തില്, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തില്, ഇന്ന തറവാട്ടില് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മഹിമകൾ പറഞ്ഞിട്ട് മറ്റുള്ളവരുമായി വഴക്ക് കൂടുകയും അവരുമായി അസ്ഥിതകൾ ഉണ്ടാക്കുകയും കലഹങ്ങൾ ഉണ്ടാക്കുകയും കുടിപ്പകകൾ ഉണ്ടാക്കുകയും അവരുമായി പരസ്പരം ചളിവാരി എറിയുന്ന ആ നാലാമത്തെ അസ്തിത്വം, അതിലാണ് നമ്മളുടെ ഭൂരിഭാഗം ആളുകളും നിൽക്കുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വളരെ വിഷമമായിട്ട് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ പേര് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേര് പറയണം. നമുക്ക് ആ പേര് ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് സുവർണ നാലപ്പാട്ട് എന്നൊരു പേര്, ഈ പേര് എനിക്ക് തന്ന അച്ഛനോടും അമ്മോടുള്ള ഗുരുഭക്തിയോട് കൂടിയുള്ള ചില കാര്യങ്ങൾ, ആ പേരിന്റെ വർണ്ണങ്ങളോടുള്ള താല്പര്യങ്ങളല്ലാതെ അതിൽ കൂടുതലായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് അതിലൊന്നുമില്ല. ഒരു ആത്മാവിന് നാമമുണ്ടോ, രൂപമുണ്ടോ? ഈ രൂപത്തിലും ഈ നാമത്തിലും എനിക്ക് എന്താണുള്ളത്? ആ അസ്തിത്വം എൻ്റെ മനസ്സിലുള്ള കാലത്തോളം ഞാൻ സുരക്ഷിതയാണ്, അതില്ലാത്ത കാലത്തോളം ഞാൻ സുരക്ഷിതയല്ല. അപ്പൊ ഈ നാലപ്പാട്ട് എന്നുള്ള പേര് പറയുമ്പോൾ സുവർണ നാലപ്പാട്ട് വേണോ, നാലപ്പാട്ട് സുവർണ എന്ന് വേണോ എന്നുള്ള ചില സംശയങ്ങൾ പലപ്പോഴും പലരും ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കവിതകളിലൊന്നും ഈ സുവർണ നാലപ്പാട്ട് എന്നുള്ള പേര് പോലും അല്ല മാതൃഭൂമിക്കാർ എഴുതിയത്. കുമാരി വന്നേരി എന്നാണ് എൻ്റെ ആദ്യത്തെ കവിത. 8ാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ചു വന്നത് ബാലഭംഗിയിൽ മാതൃഭൂമിക്കാരിട്ടത് കുമാരി വന്നേരി എന്നാണ്.
നേരിനാട്ടിലെ ഒരു കുമാരി. ഗുഡ്. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞു അത് വേണ്ട, നിനക്കൊരു പേര്, എൻ്റെ അമ്മാവൻ തന്നൊരു പേരുണ്ട്, നിനക്ക് തറവാടുണ്ട്, അത് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അച്ഛൻ അതിൽ നാലപ്പാട്ട് സുവർണ എന്നാണ് എഴുതിയിട്ടുള്ളത് ശരിക്കും. പക്ഷേ എൻ്റെ എല്ലാ സ്കൂൾ രേഖകളിലും, എൻ്റെ എല്ലാ ഔദ്യോഗിക രേഖകളിലും, സർട്ടിഫിക്കറ്റുകളിലും എല്ലാം സുവർണ എൻ എന്നാണ് പേര്. അപ്പൊ ഈ എന്നിന്റെ എക്സ്പാൻഷൻ വരുമ്പോഴാണ് സുവർണ നാലപ്പാട്ട് എന്നാവുന്നത്. നാലപ്പാട്ട് സുവർണയായാലും സുവർണ നാലപ്പാട്ടായാലും ഒന്നകമ്പുറം തിരിച്ചിട്ട് അവസരം എന്നല്ലാണ്ട് ആ വ്യക്തിത്വത്തിൽ എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഒട്ട് തോന്നിയിട്ടുമില്ല. അത് അവസാനത്തെ തനിമയാണ്. ആക്ച്വലി ആദ്യത്തെ തനിമ എപ്പോഴും പരമാത്മ സൃഷ്ടിയായ ജീവാത്മാവാണ് ഞാൻ, ബ്രഹ്മ ഐക്യം പ്രാപിക്കേണ്ട ഒരൊന്നാണെന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ തനിമ എന്നുള്ളത് ഒരു സംശയവുമില്ല. അപ്പൊ ആ തനിമയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മനുഷ്യനാണെന്നും ഞാൻ ഭാരതീയനാണെന്നും ഒക്കെ വരുന്നത്. പ്രപഞ്ച പൗരത്വം കഴിഞ്ഞിട്ടേ ഭാരതീയ പൗരത്വമുള്ളൂ, ഭാരതീയ പൗരത്വം കഴിഞ്ഞിട്ടേ കേരള പൗരത്വമുള്ളൂ, കേരള പൗരത്വവും കഴിഞ്ഞിട്ടേ നാലപ്പാട്ട പൗരത്വവും പിന്നെ സുവർണ എന്നുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുള്ള ഐഡന്റിറ്റി ഒക്കെ ഉള്ളൂ എനിക്ക്. ഈ ഒരു സംഗതി ഒരു പക്ഷേ എന്നെ പല പല രീതിയിലുള്ള പഠനങ്ങൾക്ക് എന്നെ സന്നദ്ധയാക്കിയത് ഇങ്ങനെ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു.